ഇപ്പൊ 0 ഇനി ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴും ഓരോ കേക്കാം. അതെ അതെ അത് പൊളിച്ച്. പിന്നെ ഇത് 0 ഇനി 1 2 3 അങ്ങനെ അങ്ങനെ. ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? ഹീറോയിൽ ഇങ്ങനെ ഒന്നാമത് 2 കേക്ക്, രണ്ടാമത് 3 കേക്ക്. ഭയങ്കരം അതിന്റെ കൂടെ മില്യനും കൂടെ കാണണം. അതെ, ഒരു കെ എങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ട് പൊറിച്ച്. നമ്മുടെ ജിമ്മിന്റെ ബാല നിസ്സാരം. ആകെ ജിമ്മിൽ പോയിട്ടുള്ളത് അവനാണ്. ജിമ്മൻ ടാഗ് ദാറ്റ് ജിമ്മൻ. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. അപ്പൊ ഇനി നമുക്ക് നേരെ നമ്മുടെ ചലഞ്ചിലേക്ക് പോകാം. അടുത്ത ഫസ്റ്റ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ സ്ക്വിഡ് ഗെയിം. അതിനുള്ള സെറ്റപ്പുകൾ നമ്മൾ ഏതായാലും ഒന്നാകട്ടെ. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ക്വിഡ് ഗെയിമിന്റെ മിസ്റ്ററി ബോക്സ്. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറക്കിയോ? ഈ മിസ്റ്ററി ബോക്സിലേക്ക് ആരെത്തും നോക്കാം. നമുക്കൊരു 4 ലെവലുണ്ട്. ആ 4 ലെവല് നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാം. എന്നിട്ട് ബാക്കി ഇത് നേടുന്നവൻ ആരാണോ അവൻ അടുത്ത ഒരു വലിയ ബിഗ് സർപ്രൈസ് ഒളിഞ്ഞിരിപ്പുണ്ട്. ബാക്കി നമ്മുടെ മിസ്റ്ററി ബോക്സ് ഗസ് ചെയ്യുന്നവർക്ക് നമുക്ക് ലാസ്റ്റ് ഒരു സമ്മാനം കൊടുക്കാം. പക്ഷെ എന്താ അവർ ഗസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓരോരുത്തർക്കും ഗസ് ചെയ്താൽ സമ്മാനം കിട്ടുമോ? ഗസ് ചെയ്യുന്നവർക്ക് ഒരു എക്സ്ട്രാ സ്പെഷ്യൽ സമ്മാനം ലാസ്റ്റ് തരുന്നതായിരിക്കും ഉറപ്പായിട്ടും. എന്തും ആവാം. ചിലപ്പോ അതിന്റെ ഉള്ളില് ചിലപ്പോ എഴുതി വെച്ചതും ആവാം, പറയാൻ പറ്റില്ല. ക്യാഷ് ആണ്. നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. വലിയ സംഭവമാണല്ലേ പറഞ്ഞേ. കുലുങ്ങൊന്നുമില്ല. അപ്പൊ ഒന്നെങ്കിൽ സ്പോഞ്ച് അല്ലെങ്കിൽ എഴുത്ത്. എല്ലാരും ഓരോരോ ഉത്തരം പറഞ്ഞു. എന്താ വെയിറ്റ് ഇല്ലാത്തൊരു സാധനം. അത് പറഞ്ഞു പറ്റില്ല, സ്പെസിഫിക്കലി പറഞ്ഞു. എന്താ ഞാൻ പറയുന്നു ക്യാഷ്. ഞാൻ പറയുന്നു നമുക്ക് ആർക്ക് വേണേലും പേപ്പറിൽ എന്തും എഴുതി വെക്കാം. അതുകൊണ്ട് എന്ത് സമ്മാനം ആവാം, പേപ്പറിൽ എഴുതിയതും ആവാം. ആ ഒരു ക്ലൂ ഇപ്പോഴേ വരുന്നു. അതിനുശേഷം എല്ലാരും ഫയലിലായിട്ടുള്ള ഒരു ഉത്തരം പറഞ്ഞു. അന്നാ ഒരു സമ്മാനം പറയാം. പേപ്പറിൽ എഴുതി എന്തായിരിക്കും സമ്മാനം? പൈസ. എന്ത്? എല്ലാരും ഉറപ്പിച്ചോ? നീ ആദ്യം പറഞ്ഞു. അത്ര ഓക്കെ. എന്തേലും ഒന്ന് പറഞ്ഞു. എന്തായിരിക്കും സമ്മാനം? എന്താ അവന്? എന്നാ ഞാനൊരു ലാസ്റ്റ് ഒരു ക്ലൂ തരാം. ഇതിന്റെ അകത്ത് പേപ്പറിലായി എഴുതിയേക്കുന്നത്. പേപ്പറിലായി എഴുതിയേക്കുന്നത്. അല്ല, പേപ്പറിൽ ഞാൻ എഴുതിയതാ. പേപ്പറിൽ സമ്മാനം അതിന്റെ അകത്ത് ഇല്ല ശരിക്കും ഉള്ളത്. ഞാൻ പേപ്പറിൽ എന്താ സമ്മാനം എന്ന് എഴുതി വെച്ചേക്കാണ്. എന്തായിരിക്കും? ചോക്ലേറ്റ് എന്നാണോ നീ പറയുന്നത്? അപ്പൊ ഒരാൾ ചോക്ലേറ്റ്, ഇവിടെ അത്തറ്. എനിക്ക് എന്ത് സമ്മാനമാവാം, ചെറുത് തൊട്ട് വലുത് തൊട്ട് എന്ത് സമ്മാനമാവാം. പക്ഷെ ഞാൻ എന്റെ കൈ കൊണ്ട് പേപ്പറിൽ എഴുതി. എന്നാ എന്തോ ബിസ്ക്കറ്റ് തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് ബിസ്ക്കറ്റ് ആണ്. ആ നിലവാരം വെച്ച് ചോക്ലേറ്റ് കഴിഞ്ഞ് ബിസ്ക്കറ്റിലോട്ടാണ് അടുത്തത്. സ്റ്റേഷനറി, വാച്ചോ? നീ അല്ലേ ഇപ്പൊ വേറെ ഒന്നും പറഞ്ഞു? നീ മിനിറ്റിന് മാറുന്നു. അത് നടക്കില്ല. ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കും. അത്ര ചോക്ലേറ്റ്. ഇനി നീ ബാക്കി ഒരു പേര് പറ. എന്തെങ്കിലും നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടാ. ജെൻസിന്റെ ഒന്ന് ലെവലായിട്ട് നിനക്ക് മനസ്സിലായില്ല. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അടുത്തത് ഓക്കെ. ഇനി എന്താ ശരിക്കും എന്നുള്ളത് നമുക്ക് ചലഞ്ച് കഴിഞ്ഞിട്ട് കാണാം. അവന്റെ കൂളിംഗ് ഗ്ലാസ് ലാംഗ്വേജ് ഇതൊന്നും അവന്റെ നല്ലത് എനിക്ക് മനസ്സിലായി. ഈ കാണുന്നതല്ലവൻ, ഈ കാണിക്കുന്നതും അല്ലവൻ. പിന്നെ ആരാ അവൻ? ഒരു കാലത്തും നിങ്ങൾ അയാളെ എതിർത്ത് നിൽക്കാൻ പോകരുത് സാർ. ഫസ്റ്റ് 4 പേരാണ് മത്സരിക്കാൻ പോകുന്നത്. ഫസ്റ്റത്തെ റൂൾസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അസ്യൂഷ്വൽ കാണുന്ന പോലെ ഈ ബോൾ ഇവിടെ ഊതി കൊണ്ട് വീഴ്ത്തുക. രണ്ടാമത് നിങ്ങൾ ആദ്യം ഒരു കളർ സെലക്ട് ചെയ്തു. ഈ ബലൂണിൻ്റെ അകത്ത് ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടത്? ഓരോരുത്തരും ഓരോന്ന് സെലക്ട് ചെയ്തു. പറഞ്ഞാൽ മതി ഏതാണ്? റെഡ്, ഓറഞ്ച്, നീല, വയലറ്റ്. ഇത് തീർത്ത ഉടനെ നേരെ പോയിട്ട് ഒരു ബലൂൺ അവിടുന്ന് കുത്തിപ്പൊട്ടിക്കാം.
ഒരേ ഒരു ബലൂൺ. സൂചി ഇല്ലെങ്കിൽ എങ്ങനെ കൈ കൊണ്ട് കുത്തി പൊട്ടിക്കണം. സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. ചവിട്ടിയോ ഒറ്റ ബലൂണെ പൊട്ടിക്കാൻ. ഒരു ബലൂണിൽ കൂടുതൽ വേറെ കളർ പൊട്ടിച്ചാലും ഔട്ടാണ്, ഒരേ ബലൂണിൽ കൂടുതൽ പൊട്ടിച്ചാലും ഔട്ടാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വരിക. നേരെ വരുമ്പോൾ ഞങ്ങളിവിടെ ബോട്ടിൽ തരും. അപ്പൊ ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യാം. ബോട്ടിൽ എടുക്കുക. ആരാണോ ഇപ്പൊ എല്ലാവരും ഒരേപോലെ ജയിക്കില്ല. അപ്പൊ വരുന്നവർക്ക് നമ്മൾ ബോട്ടിൽ വരും, ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യുക. അതിനുള്ള ഏരിയ നമ്മളിവിടെ റെഡിയാക്കുന്നതായിരിക്കും. ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്ത് കഴിയുമ്പോൾ നേരെ നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോൾ നമ്മൾ ഒരു ബിസ്ക്കറ്റ് തരും. ആ ബിസ്ക്കറ്റ് നെറ്റിയിൽ വെച്ചിട്ട് കഴിക്കുക. ഇതാണ് 4ാമത്തെ ലെവല്. ഈ ലെവല് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഈ മിസ്റ്ററി ബോക്സ് ആയിരിക്കും. പിന്നെ ഇതിന്റെ അൺബോക്സിംഗ് ആയിരിക്കും. അതൊരു 1.5 സാധനമായിരിക്കും. ഇത്രയും കഷ്ടപ്പെടുന്നതിന് അതെന്തായാലും ഒരു മുതലായിരിക്കും. അപ്പൊ നമുക്ക് നേരെ തുടങ്ങാം. അപ്പം നമ്മൾ ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ 2 റൗണ്ട് ആയിരിക്കും നടത്തുക. ഫസ്റ്റ് റൗണ്ട് നിങ്ങൾ നടത്തുക. അതിനുശേഷം ഇതേ പരിപാടി തന്നെ നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ നടത്തുന്നത്. അപ്പൊ ഓക്കെ, ടൈം തുടങ്ങാൻ പോകണം. ഓക്കെ, ടൈം സ്റ്റാർട്ട് ആവും. ഓക്കെ വെള്ളം നിറയ്ക്ക് ജെയ്സ്, വെള്ളം നിറയ്ക്ക്. പോയി. സമയമുണ്ട്. വെള്ളം എടുത്തുണ്ട്. വെള്ളം കൊടുക്കാം. എടുത്ത് നിറച്ചു. ഊതരുതേ, ഊതിയ തീപ്പൊരി പറക്കും. പോട്ടെ മെല്ലെ തിരക്കില്ല. സമയമുണ്ട്, 10 മിനിറ്റ് സമയം. ടൈമർ ഓടുന്നേ ഉള്ളൂ. പോട്ടെ വെള്ളം കുറയാൻ തോന്നിയാൽ ഇച്ചിരി കപ്പിലെടുത്ത് നിറച്ചോ. ഈ ടൈമിനുള്ളിൽ ഏറ്റവും അടുത്തുള്ള പോട്ടെ. ഓക്കെ, അവിടെ വെച്ച്. അല്ല, അത് വെയിറ്റ് ചെയ്യും. അവിടെ കൊണ്ട് വെയിറ്റ് ചെയ്യും. ഇനി അടുത്ത ആള് അവിടെ വരുമ്പോഴത്തേക്കും സമയം തളർന്നു. ജയിക്കുന്നു. അതാ സമയമുണ്ട്. മെല്ലെ മതി, മെല്ലെ സമയമുണ്ട്. ഇതാ ടൈമർ ഇനിയും ഓടുന്നു, ഇനിയും കിടക്കുന്നു. 9 മിനിറ്റ് 10 മിനിറ്റോളം. വരും പൊട്ടിച്ചോ. ഏതാ കളർ പറഞ്ഞേ? ഓക്കെ, 2 പേരും ക്യാമറമാൻ മാറിയതുകൊണ്ട് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. മിക്കവാറും നമ്മുടെ മോഹൻ റീഎൻട്രിക്ക് ശ്രമിക്കുമ്പോൾ ആരംഭത്തിലെ അപമാനം. അപ്പൊ ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട് നൗ. പോയിരിക്കുന്നു. വീണ്ടും ഇങ്ങോട്ടാണോ? ഇതെന്താ ജെറ്റ് രൂപാനോ? അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വെറും 2 എണ്ണം മാത്രം. ഒരെണ്ണം. അങ്ങനെ ഒരു വിജയനെ കിട്ടും. ഇനി അടുത്ത ഒരു വിജയനെ കിട്ടാൻ ഒട്ടിക്കേ. ഓക്കെ, ഞാൻ ആരോ ഏട്ടാ. വിജയിക്കാൻ പോകുന്നത് തൊട്ടടിക്കുക. ഓക്കെ, ഈ മിസ്റ്റർ ബോക്സിന് വേണ്ടിയിട്ടുള്ള അടുത്ത ലെവൽ 3. അവർ ഫസ്റ്റ് പേപ്പർ ഗ്ലാസ്സിൽ ബോൾ വീഴിച്ചു. 2ാമത്തെ ലെവൽ ബലൂൺ പൊട്ടിച്ചു. 3ാമത്തെ ലെവൽ ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യാൻ പോകുന്നു. ബോട്ടിൽ ഫ്ലിപ്പ്. ലെറ്റ്സ് ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ തുടങ്ങിക്കോ. ഞങ്ങൾ വെച്ചുതരും. എല്ലാവരും വീഴ്ത്തിരിക്കുന്നു. നെറ്റിൽ വെച്ച് കഴിക്കാൻ തുടങ്ങിക്കോളൂ. നോ ചീറ്റിംഗ്. ഇവിടെ വന്ന് നിൽക്കണം. എല്ലാരും ഇവിടെ നിന്നാല് വാലിഡ്. ഒന്നിച്ച് നിൽക്കണം. നിരന്ന് നിന്ന് 4 പേര് നെറ്റിയിൽ വെക്കുന്നു, അത് കഴിക്കുന്നു. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, അതാ വീണ്ടും പോയിരിക്കുന്നു. എന്റെ ദൈവമേ, കരുണാമയനെ, കാരുണ്യനിധിയായി അങ്ങ് എല്ലാം കാണുന്നുവല്ലോ. ശൃംഗാരം, കരുണം, വീരം. നോ ചീറ്റിംഗ്. കൈ ഉപയോഗിക്കാൻ പാടില്ല. ജെയ്സ് അടിച്ച് തകർക്കുന്നു. ഇപ്പൊ കഴിക്കും. വായിന്റെ അടുത്തെത്തി. കിട്ടി. വരട്ടെ. ഇവിടെ മറ്റൊരു എക്സ്പ്രഷൻ. ഇവൻ തകർക്കുന്നു. ഓക്കെ, ആദ്യ വിജയനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതോടെ നിൽക്കട്ടെ. ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. എന്താ ഒരു ഫോട്ടോ ഇടാൻ പാടില്ലേ? നമ്മളിനി ടൈമർ വെക്കാൻ പോകുന്നതായിരിക്കും. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്. ഇത് അതൊക്കെ
അടുത്ത ലാസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് രണ്ടുപേരാണ് മത്സരിക്കാൻ പോകുന്നത്. ഏറ്റവും പുരാതനമായ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ. ഇപ്പോൾ നമ്മുടെ സ്ക്വിഡ് ഗെയിമിന്റെ ലാസ്റ്റ് ലെവലിലേക്ക് പോവാണ്. കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ. ദോണ്ടായിരിക്കുന്ന ഐറ്റം അവിടുന്ന് ഈ ഒരു വരേന്റെ മേലെ വരെ നിറയ്ക്കാം. അത് മതി, അതിന്റെ ആവശ്യമുള്ളൂ. അതിന് നമ്മൾ ടൈം അല്ലെങ്കിൽ മാക്സിമം നിറയ്ക്കാൻ പറ്റുമെന്ന് നിറയ്ക്കാം. നമ്മൾ ടൈമർ വെക്കുന്നതായിരിക്കും. 2 മിനിറ്റിനുള്ളിൽ ഏറ്റവും മാക്സിമം ആരാണോ നിറയ്ക്കുന്നത് അവർ വിജയിച്ചിരിക്കുന്നതാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. കൊച്ചു പിള്ളേരാണ് മത്സരിക്കുന്നവൻ. കൊച്ചു പിള്ളേരുമായിട്ടാണ് കളിക്കുന്നത്. ടൈം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ. ഇവനാളൊരു കില്ലാടി തന്നെ. അതാ മാക്സിമം നമുക്ക് അവരെ തളർത്തണം. ഇവരെ ഓണം മാറ്റി ക്രിസ്മസ് ആക്കിയാണ്. ഇത് ക്രിസ്മസ് ചലഞ്ച്. കള്ളൻ ഈ സ്ക്വിഡ് ഗെയിമിന്റെ ഒരു ട്വിസ്റ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ കുപ്പിയിൽ വെള്ളം നിറയ്ക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഒരു നിയമങ്ങളും പറഞ്ഞിട്ടില്ലായിരുന്നു. കുപ്പിയിൽ ആദ്യം വെള്ളം നിറയ്ക്കാൻ ഒരു ഐഡിയ നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്ത്. എന്നാലും പോട്ടെ, വിജയനെ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഓക്കെ, കള്ളൻ. എന്ത് വേണം? സമ്മാനം വേണോ? മിസ്റ്ററി ബോക്സ് വേണം? എന്നാ എടുത്തു. ഇല്ല, അവൻ പൊടിക്കട്ടെ. ഈ ഓപ്പൺ ചെയ്യും. ഇനി അതിന്റെ അകത്ത് എന്തുണ്ടോ നമുക്ക് നോക്കാം. കടലാസ് ആണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. ആര് ഏത് മണ്ടനാണ് കേട്ടത്? എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കുമ്പോൾ എന്താണ് മിസ്റ്ററി ബോക്സിൽ ഉള്ളതെന്ന് കാണാൻ വേണ്ടി. ഓക്കെ, നീ രഹസ്യമായിട്ട് നോക്കണം എന്താന്നുള്ളത്. എന്നിട്ട് നിനക്ക് എന്നോട് വന്നിട്ട് പറയണം എന്താന്നുള്ളത്. ഒന്ന് മനസ്സിലായി ഇങ്ങോട്ട് നേരെ വന്നു. എന്താ സംഭവം? എന്താ പറയുന്നത്? ട്രഷർ ഹണ്ടിൽ പോകണം. സംഭവം എന്താന്ന് വെച്ചാൽ ട്രഷർ ഹണ്ടിന്റെ ക്ലൂ ആണ് ഇതിന്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ നേരെ പോകുന്ന ട്രഷർ ഹണ്ടിലേക്കായിരിക്കും. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.